Hi viewers, welcome to Bosco Campus Vision. Today we are discussing a new subject, that is Fundamentals of Management, and it is for S1 BBA under Kerala University. And myself, Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. This session we are going to discuss the principles of management, or we can say Henry Fayol's 14 principles of management. So Henry Fayol, he suggested 14 principles of management which he found most frequently to apply in his work, and he is regarded as a father of management. So it is very important essay question. Henry Fayol's principle of management. So he, however, recognized that there was no limit to the number of principles of management, and the principles laid down by him were flexible and capable of adaptation to every need. So let's discuss the 14 principles of management. So remember, Henry Fayol is a father of management, and so he thought as 14 principles of management. So the principles are: first is division of work. Second is authority and responsibility. Third is discipline. Fourth is unity of command. Fifth is unity of direction. Sixth is subordination of individual interest to general interest. 7. Remuneration of personnel. 8th is centralization. 9th is scalar chain. 10th is order. 11th is equity. 12th is stability of tenure. 13th is initiative. And the 14th is esprit de corps. So let's discuss one by one. So the first is division of work. So this principle says that a complex work should be divided into small tasks, and each task should be assigned an employee. And so the division of work among various individuals in the organization to bring about specialization in every activity. And he tends to increase efficiency. So it helps to avoid wastage of time and effort caused by changes from one work to another. And so this principle is equally applicable to managerial work as to technical work. But division of work. And so here we say that it is a complex work and should be divided into small tasks, and each task should be assigned an employee. ഇപ്പോൾ ഡിവിഷൻ ഓഫ് വർക്ക് ഇല്ലേ, അപ്പോൾ ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസിൽ ആദ്യം പറയുന്നില്ലേ, ഒരു ഓർഗനൈസേഷനിൽ വർക്ക് എങ്ങനെയായിരിക്കണം, ഡിവൈഡ് ചെയ്യണം. ഇപ്പം നമുക്കാണെങ്കിലും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഒരു പെയിൻറ്റിങ് വന്നു എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ പെയിൻറ്റ് അടിക്കുന്നവരെ ഏൽപ്പിക്കാറില്ല. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കട്ടല്ലേ ചിലപ്പോൾ വീട്ടിലെ സാധനങ്ങൾ ഒതുക്കി എല്ലാവരും കൂടെ ചേർന്ന് വീട്ടിലെ സാധനങ്ങൾ ഒതുക്കി വെക്കാറുണ്ട്. അല്ലെങ്കിൽ അവരവരുടെ റൂം നമ്മൾ തന്നെ, ഇതിൽ ഓരോരുത്തർക്കും സ്പെസിഫിക് റൂംസ് ഉണ്ടെങ്കിൽ നമ്മൾ അവരവരുടെ റൂം നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റും. പിന്നെയാണ് പെയിൻറ്റിങ്സ് അവർ നടത്തുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ വീട്ടിലെല്ലാവരോടും ചേർന്ന് നമ്മൾ അതിനെ അടുക്കി പറക്കി വയ്ക്കും. അപ്പോൾ അവിടെ ഡിവൈഡ് ഓഫ് വർക്ക് ഇല്ലേ, അമ്മ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ജോലി മൊത്തം ചെയ്യുന്നതെങ്കിൽ അവിടെ ഡിവിഷൻ ഓഫ് വർക്ക് നടക്കുന്നില്ല. പകരം നമ്മുടെ കോമൺ ടാസ്ക് എന്താണ്, നമ്മുടെ വീട് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഈ വർക്ക് ചെയ്താലേ നടക്കൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെയും ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു കോമൺ വർക്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പോൾ വീട്ടിൽ അച്ഛൻ, അമ്മ, മക്കളെന്ന് പറയുന്നിടത്ത് പല വർക്ക് നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോഴാണ് നമ്മുടെ പെയിൻറ്റിംഗ് എന്ന് പറയുന്ന കാര്യം സക്സസ് ആയതില്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു ഓർഗനൈസേഷനിലും ഒരു വർക്ക്, ഒരു ഹോൾ വർക്കിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്ത് സ്മോൾ ടാസ്കുകളാക്കി മാറ്റണം. അങ്ങനെയാണെങ്കിൽ ഓരോ എംപ്ലോയിയും ആ ജോലി ചെയ്യുമ്പോൾ അത് കോമൺ ഗോളായിട്ട് മാറുന്നു. മനസ്സിലായോ? അപ്പം ഒരു മാനേജറിയൽ വർക്കാണെങ്കിലും ഒരു ടെക്നിക്കൽ വർക്കാണെങ്കിലും ഇപ്പം നമ്മൾ ലെവൽസ് പഠിച്ചപ്പം ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോ ലെവൽ എന്ന് പഠിച്ചു. ടോപ്പ് ലെവൽ അവരുടെ വർക്ക് കുറയ്ക്കാൻ ആരെ ഏൽപ്പിച്ചു, മിഡിൽ ലെവലിനെ ഏൽപ്പിച്ചു. മിഡിൽ ലെവൽ അത് എന്ത് ചെയ്തു, ലോ ലെവലിനെ ഏൽപ്പിച്ചു. ലോ ലെവൽ അവരുടെ ഫോർമാനെ ഏൽപ്പിച്ചു. ഫോർമാൻ അവരുടെ വീണ്ടും ലേബേഴ്സിനെ, വർക്കേഴ്സിനെ ഏൽപ്പിച്ചു. അപ്പം ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വർക്കിനെ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, പെട്ടെന്ന് നമ്മുടെ വർക്ക് തീർക്കാൻ പറ്റൂ. അതുപോലെ
division of work among various individuals in the organization to bring about specialization in every activity. അപ്പോൾ ഓരോ വ്യക്തിക്കും അവരുടേതായ സ്പെഷ്യലൈസേഷൻ ഉണ്ടല്ലേ. ഓരോ ജോലി ഇപ്പം നമുക്കാണെങ്കിൽ നിങ്ങളിപ്പം 50 പേരുണ്ടെങ്കിൽ 50 പേർക്ക് 50 രീതിയിലുള്ള സ്പെഷ്യലൈസേഷൻ സ്കില്ല് കാണും അല്ലേ. ചിലർക്ക് എഴുതാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് പാടാൻ ഇഷ്ടം, ചിലർ കളർ ചെയ്യും, ചിലർക്ക് വോളിബോൾ, ചിലർക്ക് കരാട്ടെ, അല്ലെങ്കിൽ ചിലർക്ക് ഡാൻസ്, അങ്ങനെ പല രീതിയിലുള്ള ആക്ടിവിറ്റീസ്. അപ്പം നിങ്ങളുടെ ഓരോരുത്തരെയും കഴിവ് അറിഞ്ഞ് നിങ്ങൾക്കൊരു വർക്ക് തന്നാൽ ഈസി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, അത് ചെയ്യും. അപ്പോൾ അതുപോലെ ഓർഗനൈസേഷനിലും സ്പെഷ്യലൈസേഷൻ, അവൻ എന്തിലാണ് പ്രാഗൽഭ്യം ഉള്ളതെന്ന് മനസ്സിലാക്കി. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ വേക്കൻസി വന്നു, അല്ലെങ്കിൽ ഒരു ഡേറ്റ എൻട്രിയുടെ വേക്കൻസി വന്നാൽ കമ്പ്യൂട്ടർ സ്കില്ലുള്ള ഒരു വ്യക്തിക്ക് ആ ജോലി കൊടുക്കുന്നതെങ്കിൽ അദ്ദേഹം ആ ജോലി നല്ല വൃത്തിയായിട്ട് ചെയ്യും ഇല്ലേ, നമുക്കറിയാം. അപ്പോൾ അതിനെയാണ് ഇവിടെ ഡിവിഷൻ ഓഫ് വർക്ക്. അപ്പം എത്ര വർക്ക് ഉണ്ടോ ആ വർക്കിനെ നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത്, എത്ര എംപ്ലോയീസ് ഉണ്ടോ അവർക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ടത് ചെയ്യാം. അതാണ് ഡിവിഷൻ ഓഫ് വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് സേസ് ദാറ്റ് ഇറ്റ് ഈസ് ഈക്വലി ആപ്ലിക്കബിൾ ടു മാനേജറിയൽ വർക്ക് ആൻഡ് ടു ദി ടെക്നിക്കൽ വർക്ക്. And it refers to the division of work among various individuals in the organization to bring about specialization in every activity. Or we can say is that it is a complex work and should be divided into small tasks, and each task should be assigned an employee. Clear with the term? So we can go to the next topic, that is authority and responsibility. So we all heard that what is authority and what is responsibility. Authority is the process to give order to the subordinate, or responsibility means the duty which the subordinates are expected to perform. So authority is the right or power to give orders to the subordinate. Authority എന്ന് പറഞ്ഞാൽ എന്താണ്? It is the right or power to give order to the subordinates. ഒരു ഉത്തരവാദിത്വം, അധികാരി എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം തൻ്റെ സബോർഡിനേറ്റ്സിന്, എംപ്ലോയീസിന് അല്ലെ പവർ ഇഷ്യൂ ചെയ്യുക അല്ലെങ്കിൽ ഓർഡേഴ്സ് കൊടുക്കുക എന്നുള്ളതാണ് അധികാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മീൻസ് ദ ഡ്യൂട്ടി വിച്ച് ദ സബോർഡിനേറ്റ് ഇസ് expected to perform by virtue of his position in the organization. അപ്പം തൻ്റെ ഉത്തരവാദിത്തം, ഒരു എംപ്ലോയി ആകട്ടെ, ഒരു ഫോർമാൻ ആകട്ടെ, ഒരു ലേബർ ആകട്ടെ, അവരുടെ ചുമതല, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി കറക്റ്റായിട്ട് ചെയ്തു തീർക്കുക എന്നുള്ളതാണ് റെസ്പോൺസിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. And it must be expressed either in terms of functions or in terms of objectives. അപ്പം ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്കവിടെ ഒരു ഒബ്ജക്റ്റീവ് കാണില്ലേ, ഒരു മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് നീ ഇത്ര ജോലി ചെയ്ത് തീർക്കണം, അല്ലെങ്കിൽ എനിക്കൊരു ഫങ്ഷൻസ് ചെയ്യാനുണ്ടാവും, അപ്പോൾ അതനുസരിച്ച് നമ്മളത് ചെയ്ത് തീർക്കണം. So when a subordinate is asked to control the working of a machine, the responsibility is in the term of function. അപ്പം നമ്മൾ പറഞ്ഞു ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ്. ഇറ്റ് മേ ബി ഇൻ ദ ടേം ഓഫ് ഫങ്ഷൻ ഓർ ഇൻ ദ ടേം ഓഫ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ മിസ് പറഞ്ഞു ഇല്ലേ, ഒരു പീസ് റേറ്റ്, ഇപ്പോൾ ഒരു മണിക്കൂറിൽ രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ് നിൻ്റെ ജോലി സമയം. ഈ സമയത്തിനുള്ളിൽ നീ ഒരു സോപ്പ് കമ്പനി ആണെങ്കിൽ 10 സോപ്പ് നീ ഉണ്ടാക്കിയിരിക്കണം. അതാണ് നമ്മുടെ ടാർഗറ്റ്. അതിനെയാണ് നമ്മുടെ ടേംസ് ഓഫ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി ടേംസ് ഓഫ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെഷീനാണ് ആ വ്യക്തി വർക്ക് ചെയ്യിക്കുന്നതെങ്കിൽ അവൻ്റെ ഉത്തരവാദിത്തമാണ് ആ മെഷീനെ കൺട്രോൾ ചെയ്യിക്കുക എന്നുള്ളത്. ഇത്ര മണി മുതൽ ഇപ്പോൾ ഒരു സപ്ലൈ ഒക്കെ ഉള്ളതാണ്, അപ്പോൾ അതനുസരിച്ച് അതിനെ ലീഡ് ചെയ്ത് അധികം പ്രഷറൊന്നും കൊടുക്കാതെ നല്ല രീതിയിൽ ആ മെഷീനെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫങ്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അതോറിറ്റി ഈസ് എ പവർ ടു ഗിവ് ഓർഡർ ടു ദി സബോർഡിനേറ്റ്, ആൻഡ് റെസ്പോൺസിബിലിറ്റി മീൻസ് ദ ഡ്യൂട്ടി വിച്ച് സബോർഡിനേറ്റ്സ് ആർ എക്സ്പെക്റ്റഡ് ടു പെർഫോം. And the responsibility must be expressed either in terms of function or in terms of objectives. So when a subordinate is asked to control the working of a machine, the responsibility is in the term of function. And when the subordinate is asked to produce certain number of pieces of product, the responsibility is created in terms of objectives. Clear with the term? So first we discussed division of work, second we discussed authority and responsibility. So third we can discuss discipline. We all is familiar with the word. So it means obedience to rules and regulations of the organization, and it depends upon quality of leadership, clear and fair agreements, and so on. And so we can say that according to Fayol, he says that discipline is obedience or application or an energy or an outward mark of respect.
So discipline is necessary for smooth running of the organization. And so maintenance of discipline in the organization depends upon quality of leadership, clear and fair agreement, and a judicious application of sanctions. That is, he having a superior to all level, entering into agreement, or ensuring the penalties are judicially imposed. ഇപ്പോൾ ഒരു ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഗെറ്റിംഗ് ഒബീഡിയൻസ് ടു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദി ഓർഗനൈസേഷൻസ് അല്ലേ? ഏതൊരു ഓർഗനൈസേഷനിലും ചില റൂൾസും റെഗുലേഷൻസും ഉണ്ട്. അതിൽ നമ്മൾ കൊടുക്കുന്ന മര്യാദ, ഇപ്പം നിങ്ങൾ ഓരോരുത്തരും കടന്നു വന്നിരിക്കുന്ന ഈ കോളേജ് അല്ലേ, നമ്മുടെ കോളേജിൽ നമ്മുടേതായ ചില ചിട്ടകളുണ്ട് അല്ലേ? ആ ചിട്ടകൾക്ക് നിങ്ങൾ കൊടുക്കുന്ന മാന്യത, ഒരു ഒബീഡിയൻസ്, അതിനെയാണ് നമ്മൾ ഡിസിപ്ലിൻ. ഇപ്പം നമ്മുടെ വീട് എന്ന് പറയുന്നിടത്ത് നമുക്ക് ചില ചിട്ടകളുണ്ട് അല്ലേ? ഇപ്പം എല്ലാവർക്കും ഉണ്ട്. ഇപ്പം നമ്മൾ വളരുമ്പോൾ നമുക്ക് കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താലും പേരൻസ് നമ്മളെ ചിലപ്പോൾ ഒന്ന് വഴക്ക് പറയും കളയും. പക്ഷെ നമ്മൾ മുതിരും തോറും ശാസന കൂടും. കാരണം എന്തുകൊണ്ടാണ്? നാളത്തെ പൗരന്മാരെ, നാളെ ഒരു കുടുംബം നോക്കേണ്ടതാണ് നിങ്ങൾ ഓരോരുത്തർ. അത് ആണായാലും പെണ്ണായാലും ആ കുടുംബം, ഒരു കുടുംബത്തെ നോക്കി കാണേണ്ടതാണ് നിങ്ങൾ. അപ്പോൾ അതിലേക്ക് നമ്മുടെ ചിട്ടകൾ വരണം. ഇപ്പോൾ ചില പേരൻസ് പറയും 6 മണിക്ക് മുമ്പ് 8 മണിക്ക് മുമ്പ് നിങ്ങൾ വീട്ടിൽ തിരിച്ചെത്തണം, എവിടെ പോയാലും പറഞ്ഞിട്ട് പോകണം, പൈസ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ചിലവാക്കരുത്. അങ്ങനെ ഒത്തിരി റൂൾസുകൾ നമ്മുടെ പേരൻസ് നമ്മൾ മുതിരുമ്പോൾ പറയും. പക്ഷേ ചിലപ്പോൾ നമുക്കത് ഇഷ്ടപ്പെടത്തില്ല, നമ്മൾ വഴക്കുണ്ടാക്കും. പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡിസിപ്ലിൻ? നാളെ നിങ്ങൾ ഓരോരുത്തരും കുടുംബം നയിക്കണമെങ്കിൽ നിങ്ങളിൽ ഈ ഡിസിപ്ലിൻ ഉണ്ടാവണം. അപ്പോൾ ഇൻഡസ്ട്രി പറയുന്നത് എന്താണ്? നമ്മളുടെ റൂൾസ്, ഇപ്പം നമുക്കൊരു പോളിസിയും റൂൾസും പ്രൊസീജിയറും പറയുമ്പോൾ അതിൽ നമ്മൾ കൊടുക്കുന്ന ഒരു മര്യാദ, അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു അടുക്കും ചിട്ടയോടും കൂടി ഒരു സ്ഥാപനം മുന്നോട്ട് പോകണമെങ്കിൽ, അത് നമ്മുടെ വീടാണെങ്കിലും നമ്മൾ തന്നെയാണ്, നമ്മുടെ പേഴ്സണൽ ലൈഫിലും നമുക്കൊരു അടുക്കും ചിട്ട ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സ്മൂത്തായിട്ട് റൺ ചെയ്യൂ. ആരോഗ്യപരമായിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങണമെങ്കിൽ നമുക്കൊരു അടുക്കും ചിട്ട ഉണ്ടാകുന്നു അല്ലേ? അപ്പോൾ ഇൻഡസ്ട്രി പറയുന്നത് എന്താണ്? For getting obedient to the rules and regulation of the organization, it may be called as discipline. And so, it is necessary for the smooth running of organization. So, according to Fayol, discipline is obedience. അല്ലേ? ഫയോൾ പറയുന്ന ഒരു ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഒബീഡിയൻസ് ആവാം, ഒരു ആപ്ലിക്കേഷൻ, അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന നമ്മുടെ ബിഹേവിയർ ആകാം, സോ ഒരു എനർജി ആകാം, അല്ലെങ്കിൽ ഔട്ട്വേർഡ് മാർക്സ് ഓഫ് റെസ്പെക്ട്, നമ്മൾ കൊടുക്കുന്ന ചില ബഹുമാനങ്ങളാവാം. അതിനെയെല്ലാം നമുക്ക് എന്തെന്ന് പറയാം? ഡിസിപ്ലിൻ എന്ന് പറയാം. സോ ദ മെയിൻറ്റെയിൻ ഓഫ് ഡിസിപ്ലിൻ ഇസ് ഓർഗനൈസേഷൻ ഡിപ്പെൻഡ് അപ്പോൺ ക്വാളിറ്റി ഓഫ് ലീഡർഷിപ്പ്, ക്ലിയർ ആൻഡ് ഫെയർ എഗ്രിമെൻറ്റ് ആൻഡ് ദ ജുഡീഷ്യസ് ആപ്ലിക്കേഷൻസ് ഓഫ് സാങ്ഷൻസ്. അപ്പോൾ നല്ലൊരു ഡിസിപ്ലിനുള്ള വ്യക്തിയാണെങ്കിൽ അവൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ ആ വ്യക്തി എന്ന നിലയിൽ അവനെ ക്വാളിറ്റിയിലൂടെ കാണിക്കും. ഒരു എഗ്രിമെൻറ്റ്, ക്ലിയർ ആൻഡ് ഫെയർ എഗ്രിമെൻറ്റ്സ് ഇല്ലേ, അല്ലെങ്കിൽ ജുഡീഷ്യസ് ആപ്ലിക്കേഷൻസ് അല്ലെ, ഒരു എന്തെങ്കിലും കാര്യം സാങ്ഷൻസ് ചെയ്യും, നീതിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക, ഇതിനെയൊക്കെയാണ് നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. സോ ക്ലിയർ വിത്ത് ദ തേർഡ് വൺ, ഡിസിപ്ലിൻ. സോ നെക്സ്റ്റ് വി ക്യാൻ മൂവ് ടു ദി ഫോർത്ത് വൺ, ദറ്റ് ഈസ് യൂണിറ്റി ഓഫ് കമാൻഡ്. So an employee should receive order from one superior only for any action or an activity is called what? Unity of command. So if he receive order from more than one superior, he will not be able to carry out the orders in a proper manner. Fayol observed that if this principle is violated, authority will be undermined, or discipline will be jeopardy, or order will be disturbed, as stability will be threatened. So dual command is a permanent source of conflict. We all know that dual command is a permanent source of what? Conflict. So the unity of command means that this principle emphasizes that one subordinate should receive order from one superior. ഒരു കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലേ, അധികാരത്തോടു കൂടി നമ്മൾ ഓർഡർ ചെയ്യുക എന്നുള്ളതാണ് കമാൻഡ്. അപ്പോൾ ഒരു എംപ്ലോയിക്ക് എപ്പോഴും ഒരു സുപ്പീരിയറെ ഉണ്ടാകാവൂ എന്ന് പറഞ്ഞാൽ ഈ പ്രിൻസിപ്പിളിൽ പറയുന്ന ഒരു സബോർഡിനേറ്റ്, ഇപ്പോൾ ഒരു ഓർഗനൈസേഷണൽ കോൺടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ബോസ് നമുക്ക്, ഇപ്പോൾ നമ്മളൊരു 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ്, നിങ്ങൾ 50 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ്, നിങ്ങളുടെ ക്ലാസ് ഇൻചാർജാണ് അജീഷ് സാർ അല്ലേ, അപ്പോൾ സാറാണ് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തരുന്നത്. ഇനി അതിന് പകരം സാറ് പറഞ്ഞൊരു കാര്യത്തിന് എഗെയിൻസ്റ്റായിട്ട് ഞാൻ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, സാറ് പറയുന്നതല്ല, അതല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? സാറാണോ പറഞ്ഞത് ശരി, മിസ്സാണോ ശരി, ഇതിനകത്ത് ആരാണ് ഞങ്ങളുടെ ബോസ് എന്ന് കൺഫ്യൂഷൻ. അപ്പോൾ ഇൻഡസ്ട്രിയൽ ലെവലിൽ പറയുന്ന ഒരു യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ an employee should receive one order from one superior for any activity. അപ്പം ഒരു
ആക്ടിവിറ്റിക്ക് ഒരു സുപ്പീരിയർ ഉണ്ടാവും. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഏൽപ്പിച്ചാൽ ആ വ്യക്തി പറയുന്നതായിരിക്കണം നമ്മൾ കാര്യം. അപ്പോൾ ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമേ ഒരു ഓർഡർ സ്വീകരിക്കാവൂ. ഇൻ കേസ് ഇഫ് ഹി റിസീവ് ഓർഡർ ഫ്രം മോർ ദാൻ വൺ സുപ്പീരിയർ, ഒന്നിൽ കൂടുതൽ സുപ്പീരിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഓർഡർ സ്വീകരിക്കേണ്ടി വന്നാൽ he will not be able to carry out the orders in a proper manner. ഒരിക്കലും നമുക്കത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്, മൊത്തം കൺഫ്യൂഷൻസ് ആയിരിക്കും, ഏതാണ് ഇതിൽ കറക്റ്റ് എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. സോ ഫയോൾ സേസ് ദാറ്റ് യൂണിറ്റി ഓഫ് കമാൻഡ് ഇറ്റ് ഹെൽപ്സ് ടു ക്ലാരിഫൈ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻ ഇൻ ദ ഓർഗനൈസേഷൻ. അപ്പോൾ ഫയോൾ പറയുന്നത് എന്താണ്, ഈ യൂണിറ്റി ഓഫ് കമാൻഡ് ഒരു സൂപ്പർവൈസറിൽ നിന്നാണ് വരുന്നതെങ്കിൽ വി ക്യാൻ ക്ലാരിഫൈ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി റിലേഷൻ, ആരാണ് അധികാരി, അതാണ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം എന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. ആൻഡ് ദർ വിൽ ബി നോ പോസിബിലിറ്റി ഓഫ് ദി സബോർഡിനേറ്റ് റിസീവിങ് കോൺഫ്ലിക്റ്റിംഗ് ഓർഡേഴ്സ്. അങ്ങനെയാണെങ്കിൽ എംപ്ലോയീസിൻ്റെ ഇടയിൽ നിന്ന് ഒരിക്കലും തർക്കങ്ങൾ ഉണ്ടാകത്തില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നിൽ കൂടുതൽ ബോസ്മാരുണ്ടെങ്കിൽ പകുതി പേര് ഒരാളുടെ ഭാഗം നിൽക്കും, പകുതി പേര് വേറൊരാളുടെ ഭാഗം നിൽക്കും. ഇവർ തമ്മിൽ അതാണ് ശരി ഇതാണ് ശരി, ഇങ്ങനെ തർക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം ഒരു യൂണിറ്റി ഓഫ് കമാൻഡിൻ്റെ കേസിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരേ ഒരു പോയിന്റ്, ആൻ എംപ്ലോയി ഷുഡ് റിസീവ് വൺ ഓർഡർ ഫ്രം വൺ സുപ്പീരിയർ ഓൺലി ഫോർ എനി ആക്ടിവിറ്റി or any action. Clear with the term? So the next is unity of direction. So it states that for a group of activity having same objective there should one head and one plan. അല്ലേ, അപ്പോൾ ഒരു യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ നേർവഴിക്ക് കൊണ്ടുപോകുക. അപ്പം അവിടെയും പറയുന്നത് എന്താണ്, വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ. ഒരു വ്യക്തി, ഇപ്പം നമ്മൾ നേരത്തെ ഒരു കമാൻഡിൻ്റെ കേസിൽ ഒരു സുപ്പീരിയറെ ഉണ്ടാകാവൂ എന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു പ്ലാനേ ഉണ്ടാവും. ഒരു സമയത്ത് ഒന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം പറയാം നിങ്ങൾ പാടെ അതൊന്നും കളഞ്ഞു. ഇപ്പോൾ നമ്മളൊരു അജയ് സാറിൻ്റെ എക്സാമ്പിൾ എടുക്കാം. സാർ നിങ്ങളൊരു വർക്ക് ഏൽപ്പിച്ചു, നാളെ രാവിലെ നിങ്ങൾ സബ്മിറ്റ്, നിങ്ങൾ ആ വർക്ക് ഏകദേശം തുടങ്ങിയൊരു പകുതി ആയപ്പോഴേ സാർ എന്നിട്ട് ആ പ്ലാൻ എല്ലാം മാറ്റിക്കോ, നമുക്ക് വേറൊരെണ്ണം വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻസ് ആകും. അപ്പം the principle is mean that one head and one plan for a group of activity having same object. ഒരേ കാര്യം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ ഒരു ഹെഡേ ഉണ്ടാകാവൂ, ഒരു പ്ലാനേ ഉണ്ടാകാവൂ. അതായിരിക്കണം എപ്പോഴും ഈസി. സോ ഇറ്റ് ഈസ് എ കണ്ടീഷൻ എസെൻഷ്യൽ ടു ദ യൂണിറ്റി ഓഫ് ആക്ഷൻ. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ചെയ്യുന്ന ഗ്രൂപ്പ്, നിങ്ങൾ 50 പേരുണ്ടെങ്കിൽ ഈ 50 പേരെന്ന് ചെയ്യുന്ന കാര്യവും ഒരുപോലെ നമ്മൾ ചെയ്യാം. അപ്പോൾ ആ യൂണിറ്റി ഓഫ് ആക്ഷൻ അവിടെ ഉണ്ടാകും. ആൻഡ് സോ കോർഡിനേഷൻ ഓഫ് സ്ട്രെങ്ത് ആൻഡ് ഫോക്കസ് ഓഫ് എഫേർട്ട്. ഇല്ലേ, അപ്പം നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു കോർഡിനേഷൻ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു എഫേർട്ട് അല്ലെങ്കിൽ ആ ഒരു കോർഡിനേറ്റീവ് സ്റ്റൈൽ അതിനകത്ത് കീപ്പപ്പ് ചെയ്യാം. സോ യൂണിറ്റി ഓഫ് ഡിറക്ഷൻ മസ്റ്റ് നോട്ട് ബി കൺഫ്യൂസ് വിത്ത് യൂണിറ്റി ഓഫ് കമാൻഡ്. അപ്പം യൂണിറ്റി ഓഫ് ഡിറക്ഷനും യൂണിറ്റി ഓഫ് കമാൻഡും തമ്മിൽ ഒരിക്കലും കൺഫ്യൂഷൻ ഉണ്ടാകരുത്. വൺ എംപ്ലോയി ഷുഡ് റിസീവ് വൺ ഓർഡർ ഫ്രം വൺ സുപ്പീരിയർ ഓൺലി ആൻഡ് ദ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ഇസ് പ്രൊവൈഡഡ് ബൈ സൗണ്ട് ഓർഗനൈസേഷൻ ഓഫ് ദ ബോഡി കോർപ്പറേറ്റ്. എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഒരാൾ നമ്മളെ ഗൈഡ് ചെയ്യാൻ, ഒരു പ്ലാനുമായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യുക. കമാൻഡ് ചെയ്യുന്ന യൂണിറ്റി ഓഫ് കമാൻഡിൽ പറഞ്ഞാൽ നമുക്ക് ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന സുപ്പീരിയേഴ്സ്, അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ വിത്ത് ദ ടേം? സോ വി ക്യാൻ today we discuss the first 5 points and the balance we can discuss in the next section. So first we discuss division of work, second we discuss authority and responsibility, third we discuss discipline, fourth is unity of command, and the fifth we discuss unity of direction. So I hope you are clear with the portion. So prepare well, work hard, and prepare these notes in your notebook. So thank you.